എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് ഉള്ള വീഡിയോയിൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യമായിരുന്നു നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മളതിൽ കുറച്ച് പ്രതിപാദിച്ചു. ആത്മവിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം നമ്മളൊരു മനുഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ, ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള ദുർഗന്ധം, നമ്മുടെ വിയർപ്പ്, നാറ്റം, അതുപോലുള്ള പല മറ്റുള്ളവർക്ക് അസ്വസ്ഥത പകരുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നമ്മളെ ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന്, നമ്മളെ അടുപ്പത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകങ്ങളാണ്. അതിലേറ്റവും നമുക്ക് സഹിച്ചുകൂടാത്തൊരു കാര്യമാണ് വായനാറ്റം എന്ന് പറയുന്നത്. വായനാറ്റം അതാരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. എല്ലാവരും വൃത്തിയായിരിക്കാനൊക്കെ ശ്രദ്ധിക്കും. ഇപ്പം എത്ര കുളിച്ചാലും എല്ലാം കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വായുന്നൊരു ഫോൾ ഗ്യാസ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു മറ്റുള്ളവർക്ക് അനിഷ്ടകരമായ ഒരു ഒരു ഓർഡർ വരികയാണെങ്കിൽ, ഒരു മണം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു നാറ്റം വരികയാണെങ്കിൽ അത് നമ്മുടെ സമീപത്ത് വരുന്നതിൽ നിന്ന് പലരെയും മാറ്റി നിർത്തും. സ്നേഹബന്ധങ്ങൾ തന്നെ പലതും വിട്ടുപോകും. ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇവിടെ വായനാറ്റത്തെക്കുറിച്ചാണ്. പൊതുവെ ഒരുപാട് ആളുകൾ, ഞാൻ അറിയുന്ന ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ വായനാറ്റം. ഈ വായനാറ്റം തന്നെ പലതരത്തിലുണ്ട്. താൽക്കാലികമായിട്ടുള്ളതുണ്ട്, പെർമനൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഈ വെള്ളുള്ളി അല്ലെങ്കിൽ സാമ്പാർ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായക്കൊരു നാറ്റം ഉണ്ടാവും. ആ സ്മെല്ല് പോകാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് പലരും അങ്ങനെ വല്ല ചടങ്ങുകളിലും ഇതിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ ഉള്ളിയൊന്നും കഴിക്കാതിരിക്കും. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ ഇത്തരമുള്ളത് എന്താണ്, ആ ഒരു നാറ്റം പോകുന്നവരെ നമുക്ക് പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലാവും. അത് താൽക്കാലിക മാറ്റമാണ്. പക്ഷേ അതല്ലാതെ സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. സ്ഥിരമായ വായനാറ്റം. അവരെന്ത് ചെയ്താലും വളരെ കഷ്ടപ്പെട്ട് രാവിലെയും വൈകിട്ടൊക്കെ അവർ പല്ല് തേക്കുകയും ശരീരത്തിനൊക്കെ വളരെ നന്നായി വെച്ച് കഴിഞ്ഞാലും വായനാറ്റം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുമൂലം ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മൾ അടുത്ത് വരുന്നതെന്ന് അവർ മാറി നിൽക്കുന്നു, ദൂരെ നിൽക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിനൊക്കെ നമ്മൾ ഒരു നല്ലൊരു സുഗന്ധമുണ്ടെങ്കിൽ മാത്രമേ, സുഗന്ധമുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മുടെ അടുത്ത് വരും. ചെറിയൊരു വിയർപ്പിൻ്റെ നാറ്റം പോലെ ആണെങ്കിലും ആൾക്കാരെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തും. അപ്പോൾ സ്ഥിരമായിട്ട് വൈനാറ്റമുള്ള ഒരാളുടെ കാര്യമാണെങ്കിലോ. ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഇപ്പം അടുത്തിടെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഭാര്യയുമായിട്ട് കുറച്ച് കാലമായിട്ട് പല കൊല്ലങ്ങളായിട്ട് തന്നെ അത്ര ഒരു അടുപ്പമില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി സീരിയസ് ആയി പ്രശ്നങ്ങൾ. ഏകദേശം അത് വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോവും ഒന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ കാരണത്തിലേക്ക് വന്നപ്പോഴാണ്, നമ്മളിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ അടുത്തായാലും അത്ര അടുത്ത് പോയി സംസാരിക്കാറില്ലല്ലോ. ഒരു നിശ്ചിത അകലം സൂക്ഷിച്ചുകൊണ്ടല്ലേ നമ്മളൊക്കെ സംസാരിക്കാറ്. പക്ഷെ ഇവിടെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി, വായനാറ്റം എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അവർ ഭാര്യയും ഭർത്താവും ബന്ധം പിരിയാൻ തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ ഭാര്യ വിട്ടുപോകാൻ തയ്യാറായത്, അല്ലെങ്കിൽ അവർ പ്രേരിതയായത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സൊല്യൂഷൻ വേണം. അപ്പോൾ ഈ ബാക്കി നല്ലൊരു സുഹൃത്താണ്, നല്ല പെരുമാറ്റം, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയും കൂടെ സ്നേഹിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അവർക്ക് അടുത്ത് പോകാൻ ഒന്നിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ. അതിന് തടസ്സമായി നിന്നത് ഈ വായനാറ്റമായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ കോഴിക്കോടൊരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ പോയി. കാരണം അലോപ്പതിയും പലതുമൊക്കെ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും വേണ്ടൊരു ഗുണം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവസാനം ഹോമിയോപ്പതി ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ
കുറച്ച് കാര്യങ്ങൾ. അതെല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ഞാനിവിടെ പറയുകയാണ്. അവർ പറഞ്ഞത് ഈ താൽക്കാലിക വായ്നാറ്റം എന്നുള്ളത്, ഇതൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞേ, അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ സ്ഥിരമായിട്ട് ചില ആളുകൾക്ക് വായ്നാറ്റമുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു, അതിൻ്റെ സൊല്യൂഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഒന്നാമത്, അങ്ങനെ നമ്മുടെ സുഹൃത്തിനോ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് തുറന്നു പറയാറില്ല. തുറന്നു പറഞ്ഞാൽ അവർ നമ്മളെപ്പറ്റി എന്ത് കരുതും, നമ്മളോടൊരു വിഷമം തോന്നുമോ എന്ന് കരുതിയിട്ട് നമ്മൾ പറയാറില്ല. അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്വകാര്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നല്ലാതെ വിളിച്ചിട്ട് അവരോട് സൂചിപ്പിക്കണം. ചെറിയൊരു, അത്ര ക്രൂരമായിട്ട് പറയേണ്ട, സ്മെല്ല് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു എനിക്ക് തോന്നി, ഒന്ന് നോക്കണം കേട്ടോ എന്നൊരു വാണിംഗ് അവർക്ക് കൊടുക്കുന്ന ഒരു ഒന്നവരെ അറിയിക്കുന്നതല്ലായിരിക്കും. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സംസാരിക്കുമ്പം വായ പൊത്തിക്കൊണ്ട് സംസാരിക്കുക. ഒന്നവരുടെ വായനാറ്റ പ്രശ്നം കൊണ്ടായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു കാണും. രണ്ടാമത്തെ കാര്യം, ചിലപ്പം പല്ലൊക്കെ നിര തെറ്റിയിട്ട് കൊന്തറം പല്ലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സമയത്തും ആൾക്കാർക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. ചിരിക്കുമ്പം ഒരു വൈകൃതം പോലെ തോന്നുന്ന ഒരു സാഹചര്യം, അപ്പോഴും വായ പത്തും. അപ്പം ഡോക്ടറെ അടുത്ത് പോയി ഞങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഈ നാക്കിന് മുകളിലുണ്ടാകുന്ന ഒരു വൈറ്റ് കോട്ടിംഗ് ഉണ്ട്, വെളുത്ത നിറത്തിൽ ഒരു കോട്ടിങ്. അതാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ മുകളിലും അല്ലെങ്കിൽ സൈഡിലാവാം, അല്ലെങ്കിൽ ഏറ്റവും അറ്റത്താവാം, കോടിക്കണക്കിന് ബാക്ടീരിയകൾ വസിക്കുന്ന സ്ഥലമാണത്, ഈ വൈറ്റ് കോട്ടിങ്. നമ്മൾ നാവിൽ നമുക്കറിയാമല്ലോ, രസങ്ങളൊക്കെ അറിയാൻ വേണ്ടി, ടേസ്റ്റ് അറിയാൻ, ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ രസമുകുളങ്ങൾ കേട്ടോ, അതിൻ്റെ അടുത്തായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടൊക്കെയാണ് പലപ്പോഴും ഇത് ഈ ഒരു വൈറ്റ് കോട്ടിങ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പല്ല് തേക്കുന്നതോടൊപ്പം ഈ വൈറ്റ് കോട്ടിങ്, ഏകദേശം സ്പോഞ്ച് പോലെ ചെറിയ ചെറിയ കുഴികളുള്ള ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ശരിക്കും ടങ് ക്ലീനർ കൊണ്ട് വൃത്തിയാക്കണം നിർബന്ധമായിട്ട്. ഇടക്കാലത്തൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്നു, ബ്രഷ് ചെയ്യുക, ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കുറച്ച് റഫായിട്ട് ലൈനൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കൊരു ഡിസൈനിലെ ബ്രഷൊക്കെ കിട്ടും, അതുകൊണ്ടൊന്ന് വെറുതെ ഒന്ന് വരച്ചാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് രസമുകുളങ്ങൾക്ക് തകരാറ് വരരുത്, ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സിന് തകരാറ് വരരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു തരുന്നത്. പക്ഷേ വായനാറ്റമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മളും വായനാറ്റം ഇല്ലാതിരിക്കാൻ, ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ, നമ്മളും ഈ ടങ് ക്ലീനർ കൊണ്ട് നന്നായിട്ട് നാക്ക് വടിച്ച് വൃത്തിയാക്കി വെക്കണം. 2 നേരം പല്ല് തേക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞുള്ളത്. ഈ വൈറ്റ് കളറുള്ള സ്പോഞ്ച് പോലുള്ള സ്ഥലങ്ങൾക്കല്ലേ ഇടയ്ക്ക് കുറച്ച് കുഴികളായിട്ട് കാണാം. അതിലൊക്കെ വന്ന് നിറഞ്ഞിരിക്കുന്നത് ബാക്ടീരിയയാണ്. ലക്ഷോപലക്ഷം ബാക്ടീരിയകൾ നമ്മുടെ നാവിൽ വന്നങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉമിനീരിലടങ്ങിയിട്ടുള്ള ഒരു ഷുഗർ കണ്ടൻറ്റ്. ഉമിനീര് എന്ന് പറഞ്ഞാൽ അതിന് പല ഡ്യൂട്ടിയാണ്. ഒന്ന് നമ്മുടെ വായ മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഉമിനീരാണ്. പിന്നെ ഭക്ഷണം ശരിക്കും ദഹിക്കാൻ നമ്മൾ കുറേ നേരം ചവയ്ക്കുമ്പോൾ അതോടൊപ്പം ഉമിനീരും കൂടി ചെല്ലും, അങ്ങനെയാണ് ദഹിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ ഉമിനീര് ദഹിപ്പിക്കുമ്പോൾ ഒരു സൾഫർ ഗ്യാസിൻ്റെ ഒരു അങ്ങനെ റിലീസാവുന്നുണ്ട്. സൾഫർ ഗ്യാസിൻ്റെ അറിയാമല്ലോ, സൾഫർ എന്ന് പറഞ്ഞാൽ ഒരു ചീമുട്ടയുടെ മണമാണ്. അത്തരമുള്ളൊരു എന്താ പറയുന്നത്, ഫോൾ ഗ്യാസാണ് അത് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അത് ദുർഗന്ധമായിട്ട് നമ്മളെ അത് ബാധിക്കും. അതാണ് പിന്നെ വായുനാറ്റമായി മാറുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഈ കർമ്മങ്ങൾ രാവിലെയും വൈകിട്ടും ഈ നാക്ക് പഠിക്കുക, പല്ല് തേക്കുന്നതോടൊപ്പം നാക്ക് പഠിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഈ പല്ലുകളിൽ അടങ്ങിയിട്ടുള്ളൊരു കാൽക്കുലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്.
പല്ലിൻ്റെയും മോണയുടെയും ഇടയിലായിട്ട് കുറച്ച് ഹാർഡായിട്ട് ഒരു സബ്സ്റ്റൻസ് കണ്ടിട്ടുണ്ടോ? പല്ലിൻ്റെയും മോളകളുടെയും ഇടകളിലായിട്ട് കുറച്ച് ഹാർഡായിട്ട് അങ്ങനെ കിടക്കും. കാൽക്കുലസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിലും ഒരുപാട് ബാക്ടീരിയ വന്നിരിക്കും. ബാക്ടീരിയ അടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ അത്. അപ്പോൾ അതും മെല്ലെ മെല്ലെ മുന്നോട്ട് ഒരുപാട് അങ്ങനെ ആയിട്ട് അത് മോണ വഴി പല്ലിനെ ഡാമേജ് ചെയ്യും. അങ്ങനെയാണ് ഈ മോണ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. മോണ രോഗങ്ങൾ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ വായിൽ നിന്ന് ഈ ചോര വരിക, അല്ലേ? ബ്ലീഡിങ് ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ മോണകൾക്കൊക്കെ ഇടയ്ക്ക് വേദന വരിക, പല്ല് തേക്കുമ്പോൾ വേദനിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ ഒരു വായനാറ്റത്തിനൊക്കെ കാരണമാവുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഈ വേദന കൂടുതലായി കഴിഞ്ഞാൽ പല്ല് തേക്കുമ്പോഴേ നമുക്ക് വേദന തരുന്നൊരു കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ പല്ലൊക്കെ ഇളകാൻ തുടങ്ങും. അത് അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ ആ പല്ലിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൗത്ത് അൾസറുണ്ട്. വായിൽ അവിടെ ഇവിടെയും ഇങ്ങനെ കീറിയിട്ട് ചെറിയ ചിലപ്പോൾ അത് കുരുക്കളായിട്ട് വന്നിട്ട് പൊട്ടും, അല്ലെങ്കിൽ നമ്മളെ ചുണ്ടുകളും നാക്കൊക്കെ അവിടെ ഇവിടെയും മുറിഞ്ഞ പോലെ തോന്നും. ഈ അൾസറിൽ, അതാണ് മൗത്ത് അൾസർ, ഈ അൾസറിൽ ഒരുപാട് ലക്ഷം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൾഫർ അടങ്ങിയ ഗ്യാസ് റിലീസ് ചെയ്യുന്നതും വായിൽ ഈ സ്മെല്ലുണ്ടാവുന്നതൊക്കെ കൊണ്ട് നമുക്ക് വായ്നാറ്റം ഉണ്ടാവാം. പിന്നെയും പറഞ്ഞാൽ പല്ലിനിടയിലുള്ള വിടവുകൾ, ചിലർക്ക് പല്ലിനൊക്കെ ചെറിയ വിടവുകൾ കാണാം, ചിലർക്ക് വലിയ വിടവുകൾ കാണാം. ഈ വിടവിലൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് വന്നിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ വന്നിരിക്കും. അത് കണ്ടറിഞ്ഞ് നമ്മൾ ഉടനടി തന്നെ ബ്രഷൊക്കെ ചെയ്ത് വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അതും ചെറിയ നാറ്റമായിട്ട് രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ പിന്നെയും നമ്മൾ പറഞ്ഞാൽ ഇനി ഈ വെപ്പുകല്ലൊക്കെ വെക്കുന്നവരില്ലേ, ഒരുപാട് വെപ്പുകല്ല് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വെപ്പുകല്ലിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇതുപോലെ ഭക്ഷണാംശങ്ങൾ പറ്റിപ്പിടിച്ചിട്ട് ഇരിക്കും. കാരണം കുറച്ച് കാലം വെപ്പുകല്ല് ഉപയോഗിക്കുമ്പോൾ മെല്ലെ മെല്ലെ ആ മോണയും പല്ലും നമ്മളെ ഗ്രിപ്പ് കുറയും. അങ്ങനെ വെപ്പുകല്ല് അവിടെ വെക്കുമ്പോൾ ലൂസായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പല ഭക്ഷണാംശങ്ങൾ പെടാനൊക്കെ ചാൻസ് ഉണ്ട്. അത് പൊതുവെ എന്ത് ചെയ്യാറ്, വെപ്പുകല്ല് ഉപയോഗിക്കുന്നവർ അത് രാത്രി മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഓക്കെ, അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ മൗത്ത് ഡ്രൈ ആവും. ഡ്രൈ മൗത്ത് കൊണ്ടും നമുക്ക് അല്ലേ ഈ ഒരു ഉമിനീര് ഇല്ലാത്തൊക്കെ ഒരു ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥ, അപ്പോഴും നമുക്ക് വായിക്കൊരു മാറ്റം അനുഭവപ്പെടാറുണ്ട്. ഈ ഉമിനീര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദഹനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ വായ ക്ലീൻ ചെയ്യാൻ കൂടി നമ്മൾ ഉപയോഗപ്പെടുന്നൊരു സാധനമാണ് ഈ ഉമിനീരെന്ന് പറഞ്ഞത്, അല്ലേ? വായ പലർക്കും ഇങ്ങനെ വായ ഉണങ്ങിക്കൊണ്ടിരിക്കും, അല്ലേ? സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴൊക്കെ എപ്പോഴും ത്രോട്ടും ഇതൊക്കെ ഡ്രൈ ആവുന്നൊരവസ്ഥ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഒരു അസറ്റോൺ സ്മെല്ല്, ഡയബറ്റീസൊക്കെ ഉള്ളവർക്ക് അസറ്റോൺ സ്മെല്ലിലും ഇങ്ങനെ വരാൻ തുടങ്ങും. അതും ഒരു നല്ലൊരു സ്മെല്ലല്ല. പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ കേട്ടോ, ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് സലൈവറി ഗ്ലാൻസ്, അതിൽ കല്ലുകളുള്ളവർ, ടോൺസിലിറ്റീസ് എന്ന് പറയില്ലേ, തൊണ്ടയ്ക്ക് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, പിന്നെ റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് എന്ന് പറയാം, റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് ഉള്ളവർ, അവർക്കും കരൾ രോഗമുള്ളവർക്ക്, വൃക്ക രോഗമുള്ളവർക്ക്, അവർക്കെല്ലാം ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ളവർ രാത്രി 7 മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വെജും അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ്, ഈ പേരക്ക തുടങ്ങിയതൊക്കെ കടിച്ച് തിന്നുക. അങ്ങനെയുള്ളപ്പം ചെയ്യുകയാണെങ്കിൽ കുറേ പല്ലുകൾക്കിടയിലൊക്കെ ഒന്ന് ക്ലീൻ ആവാനും പിന്നെ ആഹാര സാധനങ്ങളൊക്കെ അവിടെ പറ്റി ഇരിക്കാതിനൊക്കെ കുറച്ച് ആശ്വാസം കിട്ടും.
അതൊക്കെ നമുക്ക് നല്ലതാണ്. അങ്ങനെ പ്രശ്നമുള്ളവർക്ക് പിന്നെ പേരക്ക പോലത്തൊക്കെ കടിച്ച് തിന്നുന്ന ഫ്രൂട്ട്സ് നമ്മൾ കടിച്ച് തിന്നാം. ഇത് മാറാനൊരു സഹായകമാവുന്നത്. അപ്പോൾ ഇങ്ങനെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇത്രയും ഞാൻ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഏലക്ക ഇട്ടിട്ട് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് ഇളം ചൂടിൽ മീഡിയം ചൂടിൽ നമ്മൾ ഗാർഗിളിങ് ചെയ്യാം. ഏലക്ക ഒരു കാരണമാണ്, ഒരു പരിഹാരമാണത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം 1.5 ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ടിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ദിവസം കുടിക്കുക. പെരിഞ്ജീരകമാണ് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമല്ല, അത് പെരിഞ്ജീരകം. അത് നമ്മൾ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ജീരകത്തിനാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ബഡി സോപ്പെന്നും സോമ്പെന്നൊക്കെ പറയും. അത് നമ്മൾ 1/2 ടീസ്പൂൺ 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ദിവസവും 2 നേരം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ദോഷമൊന്നുമില്ല, മാത്രമല്ല വായിലെ ആ ഒരു ബാഡ് ഓർഡറൊക്കെ ഒന്ന് അബ്സർവ് ചെയ്യാൻ അത് സാധിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ കല്ലുപ്പ് എന്ന് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലുപ്പ് നമ്മൾ ഈ പൊടിയുപ്പുള്ള ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കല്ലുപ്പ് വാങ്ങിയിട്ട് അതിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അത് ഗാർഗിളിങ് ചെയ്യാം. അപ്പോൾ ഗാർഗിളിങ് 2 ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഏലക്ക ഇട്ടിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് മീഡിയം ചൂടിൽ ഗാർഗിളിങ് ചെയ്യുക. അതുപോലെ തന്നെ കല്ലുപ്പിട്ടിട്ടും ഗാർഗിളിങ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു വിഷമത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്താൻ പര്യാപ്തമാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിയാക്ഷൻ ഉണ്ടാകുന്നത്, ഫലങ്ങളുണ്ടാകുന്നത്, ഇത് നമ്മളെ കമൻറ്റിലൊന്ന് പറയുക. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്ന വീഡിയോയിൽ അതൊന്ന് പരാമർശിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റൊക്കെ തരിക, അഭിപ്രായങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതും അറിയിക്കാം. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുന്നൂർ, പുനെ.